ഓം ശ്രീ രാമഭദ്രായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വാൽമീകി. കുട്ടികളെ, ഭാഗവത കഥകളെല്ലാം കേട്ട് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് രാമായണ കഥകൾ കൂടി കേൾക്കാം. രാമായണ കഥകൾ പറയുന്നതിന് മുൻപ് രാമായണത്തിൻ്റെ ഗ്രന്ഥകർത്താവായ വാൽമീകിയെക്കുറിച്ചൊന്ന് പറയാം. ഭാരതത്തിൻ്റെ ആദി കവിയാണ് വാൽമീകി. അദ്ദേഹത്തിന് വാൽമീകി എന്ന പേര് ലഭിച്ച കഥ പറയാം. വാൽമീകിയുടെ ആദ്യത്തെ പേര് രത്നാകരൻ എന്നായിരുന്നു. രത്നാകരൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മോഷണവും പിടിച്ചുപറിയും നടത്തി ജീവിച്ചു. രത്നാകരൻ്റെ മാതാപിതാക്കൾ അവൻ്റെ സ്വഭാവത്താൽ ദുഃഖിതരായി മരണപ്പെട്ടു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മോഷണവും പിടിച്ചുപറിയും കൂടി വന്നു. വീടിനടുത്തുള്ള വഴിയിൽ കൂടി പോകുന്ന ആളുകളെയും സ്ത്രീകളെയും മുനിമാരെയും എല്ലാം ആക്രമിച്ചിട്ട് സാധനങ്ങൾ പിടിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടു കൊടുക്കും. ഒരു ദിവസം സപ്തർഷികൾ ആ വഴിക്ക് വന്നു. എന്നത്തെയും പോലെ അവരെയും ആക്രമിച്ചു. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്നും ഇങ്ങനെ ചെയ്യുന്നത് അധർമ്മമാണെന്നും മഹർഷികൾ പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആഹാരം നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് രത്നാകരൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവർ പങ്കിട്ടെടുക്കുമോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് രത്നാകരൻ പറഞ്ഞു. എന്നാൽ വീട്ടുകാരോട് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. രത്നാകരൻ പോയി അവരോട് ചോദിച്ചപ്പോൾ അവരവർ ചെയ്യുന്നതിൻ്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കുമെന്ന് വീട്ടുകാർ പറഞ്ഞു. ഇത് കേട്ട രത്നാകരൻ വളരെ ദുഃഖത്തോടെ വന്ന് അവർ പറഞ്ഞ മറുപടി സപ്തർഷികളോട് പറഞ്ഞു. ഇത്രയും നാൾ ഞാൻ ചെയ്ത ക്രൂര കർമ്മങ്ങൾ ഓർത്ത് ദുഃഖിക്കുകയാണെന്നും അതിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി പറഞ്ഞു തരണമെന്ന് രത്നാകരൻ പറഞ്ഞു. ഇതിന് പരിഹാരം രാമനാമം ജപിക്കുന്നതാണെന്ന് മുനിമാർ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വരുന്നതുവരെ മര എന്ന് പറഞ്ഞുകൊണ്ട് തപസ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് മഹർഷിമാർ പോയി. കുറേ നാൾ കഴിഞ്ഞ് മഹർഷിമാർ അവിടെ തിരിച്ചെത്തി. അപ്പോൾ മരമര എന്നുള്ള ഒരു ശബ്ദം കേൾക്കുന്നു. നോക്കിയപ്പോൾ ഒരു പുറ്റിൽ നിന്നാണെന്ന് മനസ്സിലായി. അതിൽ രത്നാകരൻ ഉണ്ടെന്നും മനസ്സിലായി. മഹർഷിമാർ പുറ്റ് പൊളിച്ച് രത്നാകരനെ പുറത്തു കൊണ്ടുവന്നു. പുറത്തു വന്നതോടുകൂടി രത്നാകരൻ ഒരു മഹാജ്ഞാനിയായി മാറി. പുറ്റിന് ഇതിൻ്റെ സംസ്കൃത നാമമാണ് വാൽമീകം. വാൽമീകത്തിൽ നിന്നും പുറത്തു വന്നതിനാൽ രത്നാകരന് മഹർഷിമാർ വാൽമീകി എന്ന് പേരിട്ടു. വാൽമീകി ജ്ഞാനിയും സംസ്കൃത പണ്ഡിതനുമായി തീർന്നു. കുട്ടികളെ, സാധാരണ ഒരു അക്രമിയും മോഷ്ടാവുമായിരുന്ന മനുഷ്യൻ മഹർഷിമാരുടെ ഉപദേശം അനുസരിച്ചതുകൊണ്ട് ജ്ഞാനിയും ആദ്യത്തെ സംസ്കൃത കവിയുമായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ഗുരുക്കന്മാരും മാതാപിതാക്കളും ഉപദേശിച്ചു തരുന്ന വഴിയെ പോവുകയാണെങ്കിൽ നമ്മൾക്കും ശ്രേഷ്ഠരാകാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് വാൽമീകിയുടെ കഥ നിർത്തുന്നു. ഹരി ഓം തത് സത്.